നമ്മുടെ നിഖിൽ പ്രമേഷ് ഉണ്ട്. നിഖിൽ പ്രമേഷ്, നമ്മൾ ഇവിടെ തല്ലി തുടങ്ങിയിട്ടുണ്ട്, തള്ളി മറയ്ക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ പക്ഷെ അങ്ങനെയല്ല, വലിയ ആവേശത്തിലാണ്. മത്സരം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 1.5 മണിക്കൂറിൽ താഴെ മാത്രമാണ് സമയമൊക്കെ ഉള്ളപ്പോൾ ആ ഘട്ടത്തിൽ എന്താണ് അവിടുത്തെ ഒരു ആവേശം? നിഖിൽ കേട്ടില്ല എന്നാണ് തോന്നുന്നത്. നിഖിൽ കേൾക്കാമോ? നിഖിൽ കേട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അർജന്റീനയുടെ 11ലേക്ക് ഒന്നും കൂടി പോകേണ്ടിയിരിക്കുന്നു. അർജന്റീനയുടെ ഈ 3 മാറ്റങ്ങൾ അത് വലിയൊരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരിക്കും അർജന്റീനയുടെ 11 എന്നൊക്കെ തന്നെ അറിയാനും ഒരു ആകാംക്ഷയുണ്ട്. ഒപ്പം തന്നെ സ്പെയിൻ്റെ 11 അതുകൂടി പെട്ടെന്ന് നോക്കി വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. നിഖിൽ റെഡി ആയിട്ടുണ്ട്. എന്നാൽ നിഖിലേക്ക് പോയിട്ടാവും. മലപ്പുറത്തെ ഒരു ആവേശം, ആ വിഷ്വലൊക്കെ കാണുമ്പോൾ ഭയങ്കര അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് മെറ്റ് ലൈഫ് സ്റ്റേഡിയം ആണെന്ന്. അല്ല, മലബാറിന്റെ ആവേശം അത് വേറെ തന്നെയാണ്. അതായത് ലോകതലത്തിലെല്ലാം ചർച്ചയായ സ്ഥലമാണല്ലോ മലപ്പുറം, കോഴിക്കോടിന്റെ ഫുട്ബോൾ ആവേശം. അപ്പൊ എന്തായാലും നിഖിലെ, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു ആവേശം? ഇവിടെ എല്ലാവരും കളി കാണാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷരായി കാത്തിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ ഒരു ഫുട്ബോൾ പ്രഭവം. മുന്നിലെ കസേരകൾ ഒഴിഞ്ഞിടക്കുന്നത് കണ്ട് നിങ്ങൾ കരുതേണ്ട ആളില്ല എന്നുള്ളത്. ഇവരെല്ലാവരും കാത്തിരിക്കും. ഇതിപ്പോ മീഡിയക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളാണ്. അതുകൊണ്ടാണ് ആളുകൾ ഇത്ര കുറവ്. നമുക്ക് ഇവിടെയുള്ള ആരാധകരോട് സംസാരിക്കാം. ഏതാ ടീം? അർജന്റീന. ആവേശത്തോടു കൂടി ഇവർക്ക് വേണ്ടി വന്നതാ. ഇത് പേരക്കുട്ടികളാ, ഇവർക്ക് വേണ്ടി വന്നതാ. എത്ര ഗോൾ അടിക്കുന്ന മെസ്സി? മെസ്സി എത്ര ഗോൾ അടിക്കും? 3-3. വലിയ പ്രതീക്ഷയാണ്. ഇത് എവിടേക്കൊക്കെ നോക്കിയാൽ ഇവിടെ ഇവർ ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം മുഴുവൻ അർജന്റീന ആരാധകർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഏത് ഞാൻ സ്പെയിന്, അർജന്റീന തന്നെയാണ്. അപ്പൊ അവര് പറഞ്ഞത് ഇവിടെ മറ്റ് ടീമിന്റെ ആരാധകരാണെന്നാണ് പറഞ്ഞത്. എന്താണ് ഇന്നത്തെ പ്രതീക്ഷ? അർജന്റീന ജയിക്കും, കോൺഫിഡൻസിലാണ്. അത്ര സ്പെയിന് അങ്ങനെ ചെറിയ ടീമൊന്നുമല്ല, ഭയങ്കര ആവേശത്തിലാണ് അവർ. ഇതിന് വലുത് കണ്ടു വന്നതല്ലേ. അവർക്ക് ഒരുപാട് ആരാധകരുടെ പിന്തുണയുണ്ട് സ്പെയിൻ. ഇല്ലല്ല, എന്നാലും പ്രശ്നം സാമ്പാർ മുന്നിനോട് കളി ജയിക്കൂല. കളി മെസ്സി തൂക്കും. അവസാനത്തെ 10 മിനിറ്റിലായിരിക്കും വിസ്മയം ഉണ്ടാവുക. എങ്ങനെ ഇപ്രാവശ്യം അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ഞങ്ങള് തീരുമാനമാക്കും. അതിലെ ഇവരൊക്കെ എത്രയോ മണിക്കൂറുകൾക്ക് മുൻപേ ഇവിടെ വന്ന് ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുന്ന ആളുകളാണ്. എന്താണ് എക്സ്പെക്ടേഷൻ? എന്താണ് പ്രതീക്ഷ? എന്താണ് പ്രതീക്ഷ? സ്പെയിനിൽ ജയിക്കുന്ന തോന്നുന്നു. എനിക്ക് പിന്നെ 2 ടീം ജയിച്ചാലും കുഴപ്പമില്ല, ബാർസലോണ ഫാൻ ആയതുകൊണ്ട്. അർജന്റീന ഏതാ ടീം? അർജന്റീന. ഏതാ ടീം? സ്പെയിന്. അപ്പൊ വേറെ ടീമിൽ നിന്ന് മാറി വന്നതാണോ? നേരത്തെ സ്പെയിനാണോ? എന്താ മക്കളെ പ്രതീക്ഷ? നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ? അവരൊക്കെ ഇതാ വളരെ അക്ഷമരായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരുപാടധികം ആളുകളെ കാണാൻ കഴിയും. മലപ്പുറം നഗരസഭയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഒരുക്കിയിട്ടുള്ള ഈ ഫാൻ പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയൊക്കെ ആരാധകർ വളരെ അക്ഷമരായി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താ പ്രതീക്ഷ? ജയിക്കും, കപ്പടിക്കും. ഗോളടിക്കും. 2-1. 2 ഗോളും മെസ്സി ആയിരിക്കും. തീർച്ചയായും. അർജന്റീന ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. എന്താ പറയുന്നത്? My name is Manju Khan. I am from Chennai. சென்னையிலேருந்து மேட்ச் பார்க்குறதுக்காக வந்திருக்கேன். சென்னை டு மலப்புரம் ஒன்லி மேட்ச்க்காக எஸ்டர்டே கிளம்பணும். திருவூர் வந்துட்டு ஜங்ஷன்லேருந்து மலப்புரம் வந்திருக்கோம் ஒன்லி மேட்ச் பார்க்குறதுக்காக. Why மலப்புரம்? Actually, I'm searching in Kerala. Lot of places in Kerala. Football is most famous in this place. But Malappuram is especially lot of fans' dedication and it's excellent place for football. ഇല്ലേ, നമുക്ക് വേറെന്താ വേണ്ടത്? മലപ്പുറത്തുകാർക്ക് ഇതിൽ പരം നമുക്ക് എന്താ വേണ്ടത്? സത്യത്തിൽ അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് മലപ്പുറത്താണ് ഏറ്റവും വലിയ ഫുട്ബോൾ ആവേശം നടക്കുന്നത് എന്നറിഞ്ഞ് ഇവിടേക്ക് എത്തിയത് എന്നാ പറയുന്നത്. ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. നമുക്ക് അവരുടെ സെഷനിലേക്ക് കൂടി ഒന്ന് ഓടിപ്പോയി നോക്കാമെന്ന് തോന്നുകയാണ്. അവിടെയൊക്കെ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഇവിടെ എത്തി കാത്തിരിക്കുന്ന ആളുകളാണ്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഏതാ ടീം? അർജന്റീന. കട്ട ഫാനാണോ? എന്താ ഇന്ന് പ്രതീക്ഷ? ഇന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? എത്ര ഗോൾ അടിക്കുന്നു അർജന്റീന? എത്ര ഗോൾ അടിച്ചു? 5-6. 3-2 5-6. ഓക്കെ, അർജന്റീന. എല്ലാവരും അർജന്റീനയാണ് ഇവിടെ. അർജന്റീനക്കാര് നമ്മുടെ ഈ ഗാലറി മൊത്തം കൈയടക്കിയിരിക്കുകയാണ്. ഒരുപാട് ഉമ്മമാരെ കാണാൻ പറ്റുന്നുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് കളി കാണാൻ വേണ്ടിയിട്ടുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ്. ഇവിടെ ഇപ്പോൾ അല്പസമയം മുൻപ് ഒരു ഷൂട്ടൌട്ട് മത്സരം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഷൂട്ടൌട്ട് മത്സരം നടത്തിക്കൊണ്ട് അവർക്ക് സമ്മാനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെ 1-2 ചെറിയ മക്കളുണ്ട്. മോളേതാ ടീം?
എന്താ ചോദിക്കാനല്ലേ വീട്ടിൽ എന്താ മോളുടെ പ്രതീക്ഷ എന്താ? അർജന്റീന വേൾഡ് കപ്പ് തൂക്കും. മെസ്സി മെസ്സി തൂക്കും. എത്ര ഗോൾ അടിക്കും? 2-1. ഈ കന്നഡ എന്നോട് പറഞ്ഞേ, അത് വേറൊരു ലുക്ക് തന്നെയാണ്. തഗ് ലൈഫിന്റെ കന്നഡയൊക്കെ എടുത്ത് വന്നിരിക്കുക അല്ലേ? അമ്മയും ഫുട്ബോൾ ഫാനാണോ? അതെ അതെ അതെ. എന്താ അമ്മയുടെ ഒരു പ്രതീക്ഷ എന്താ? എന്തായാലും അർജന്റീന തൂക്കും. അതാണ് മലപ്പുറത്തിന്റെ ഒരു ആവേശം, അതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അതാണ് ഇനി ഇതാ ഇതിന്റെ ഫ്രണ്ട് റോയിലേക്ക് പോകുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ച സംഘാടകരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ വലിയ ആവേശത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രതീക്ഷ? നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഈ സംഘാടകർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അത്ര ആളുകൾക്ക് ഉപകാരം. മലപ്പുറത്തെ 2000-ഓളം ആളുകൾക്ക് ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ മലപ്പുറത്തെ ജനതയ്ക്ക് വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിംഗ് ആണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബഹുമാന്യനായ മന്ത്രി AP അനിൽകുമാർ, മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് റിംഷ അടക്കമുള്ള ഒരുപാട് ആളുകൾ, പഴയകാല ഫുട്ബോൾ താരങ്ങളൊക്കെ ഇവിടെ ഈ മത്സരം കാണുന്നതിന് വേണ്ടി വരികയാണ്. അപ്പൊ ഇനിയിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ കുറഞ്ഞ സമയത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അർജന്റീന വിജയിക്കുകയാണെങ്കിൽ മലപ്പുറം കുന്നുമ്മൽ ഇന്ന് നിന്ന് കത്തും. കാരണം അത്രയധികം പടക്കങ്ങളും വലിയ ഡോലക്കും ഇതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ബാൻഡ് വേള വാദ്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് സജീവമാക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറത്തെ ആരാധകർ. അപ്പൊ എല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് ആ മത്സരം ഒന്ന് തുടങ്ങി കിട്ടാൻ വേണ്ടി. അനിൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.